ഉണ്ടാക്കുന്നത് ഒരു നാടൻ വിഭവമാണ്. നാട്ടിലെല്ലാവരും ഇതിന് പല പേര് പറയും. ചക്ക വേവിച്ചത്, ചക്ക പുഴുക്ക്, അങ്ങനെ പല പേരിൽ അറിയപ്പെടും. നമ്മൾ പറയുന്നത് ചക്ക വേവിച്ചതെന്നാണ്. ഇതുണ്ടാക്കുന്ന രീതിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ നമ്മുടെ പറമ്പിൽ തന്നെയുള്ള ഒരു പ്ലാവിൽ നിന്ന് ചക്കയൊക്കെ ഇട്ട്, അച്ഛൻ തോട്ടിയൊക്കെ ഇട്ട് ചക്കയൊക്കെ ഇട്ട്, വലിയമ്മ ചക്കയൊക്കെ പൊളിക്കുകയാണ്. ഇനി ഇത് പൊളിച്ചിട്ട് വേണം ഇതിൻ്റെ തൊലിയൊക്കെ കളയണം. അപ്പം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞ് ബാക്കി കാണാം. അരച്ചോളയൊക്കെ ഇത് ഇങ്ങനെ ഇറത്തിയെടുത്ത്, എന്നിട്ട് അതിൻ്റെ ചകിണി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതിന് പല സ്ഥലത്ത് പല പേരാണ് പറയുന്നത്. ചകിണി എന്ന് നമ്മൾ പറയുക. ചകിണിയൊക്കെ കളയും. എന്നിട്ട് ചകിണി കളഞ്ഞ് അരിഞ്ഞ് ഇങ്ങനെ എടുക്കും. എടുത്തതിന് ശേഷം അടുപ്പിൽ ഇഡലിക്കുട്ടോ എന്ത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇഡലിക്കുട്ടത്തിൽ നമ്മൾ വെക്കും. വെച്ച് വേവിച്ചിട്ട് അരപ്പ്, അതായത് നമ്മൾ തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ വെച്ച് ചതയ്ക്കും. ജസ്റ്റ് ചതച്ചെടുത്ത് അത് വേവുന്ന ചക്കയുടെ മുകളിലേക്ക് വെച്ച് ഇച്ചിരി വെള്ളം കൂടെ, ശകലം വെള്ളം ചേർക്കാവുള്ളൂ. അല്ലെങ്കിൽ ചക്കയ്ക്ക് ഓൾറെഡി വെള്ളം കാണും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം വെച്ച് നന്നായിട്ട് വേവിക്കണം. അടച്ച് വെച്ച് വേവിക്കണം. ഒരു 5-10 മിനിറ്റിനുള്ളിൽ അതാവും. കാരണം ഓൾറെഡി ആയിട്ടാണ് നമ്മൾ ഈ അരപ്പ് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ വെളിയിലെടുത്ത് നന്നായിട്ട് ഇളക്കുന്ന കോലോ തവിയുടെ ബാക്ക് സൈഡോ വെച്ച് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് അങ്ങനെ ചക്ക വേവിച്ചത് റെഡിയായി. ഇത് നമ്മൾ മീനോ ഇറച്ചിയോ കൂട്ടി കഴിക്കാം.